നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ഏതാണ്? സ്കൂളിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണോ? നല്ല ചോക്ലേറ്റ്സ് വാങ്ങി കൊടുക്കുന്നതാണോ? ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ വാങ്ങി കൊടുക്കുന്നതാണോ? നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ് എന്താണ്? ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാവോ? ഒന്ന് ചിന്തിച്ച് നോക്കാവോ? ശരിക്കും പറഞ്ഞാൽ ഓരോ കുട്ടികളെയും നമ്മൾ ലക്ഷ്യബോധത്തോടു കൂടി വളർത്തിയെടുക്കുകയാണ്. ഒരു ലക്ഷ്യബോധം കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞാൽ അതാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. കാരണം ലോകത്തിൽ വിജയിച്ചിരിക്കുന്ന ഏതൊരാളും ഒരു നല്ല ലക്ഷ്യബോധമുള്ള ആളും അതോടൊപ്പം തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അവർക്ക് കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷൻസും ഉണ്ടായിരിക്കും. സോ നമ്മുടെ കുട്ടികളുടെ ലക്ഷ്യബോധത്തിലേക്ക് വേണ്ടിയിട്ട് ആസ് എ പേരൻറ്റ് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ ആരായി തീരണമെന്നുള്ളതിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെക്കുന്നു കുട്ടികളെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അവരെ സഹായിക്കുന്ന ഒരു ഗോൾ ബുക്ക്. ഈ ഒരു ഗോൾ ബുക്ക് എങ്ങനെയാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുക, ഇത് അവരുടെ ലൈഫിൽ എത്രത്തോളം പ്രയോജനം ചെയ്യും, ഇതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുക. ഇത് സാധാരണ ഒരു ഡയറിയിൽ നമുക്ക് ഗോൾ ബുക്ക് എഴുതാം, പക്ഷേ ഇത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഗോൾ ബുക്കാണ്. ഇതിനകത്ത് ഓരോ പേജിലും നമുക്ക് ഗോൾ ബുക്ക് എഴുതാനായിട്ടും ഗോൾ എഴുതാനായിട്ടും അതിൽ തന്നെ കുട്ടികളെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണ്. ഓക്കെ, സോ ഇത് എഴുതാനായിട്ടുള്ളതാണ്. അപ്പം കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഗോളാണ്. നമുക്ക് അതിലേക്കൊന്ന് വരാം. അതിനെ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് ഒരു ലക്ഷ്യബോധം എത്തിക്കാനായിട്ട്, ലക്ഷ്യബോധത്തിലേക്ക് കുട്ടികളെ എത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ നമ്മുടെ പാരൻസ് നമുക്ക് തന്നിരിക്കുന്ന ചില വാല്യൂ സിസ്റ്റം ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് നമ്മളോട് പകർന്നു തന്നിരിക്കുന്ന, അത് പറഞ്ഞും പറയാതെയും നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ചില വാല്യൂസ് ഉണ്ട്. ചില കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യില്ല, ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യും. അതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ വാല്യൂസാണ്. ഞാൻ ഈ പറയുന്നതായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നല്ലൊരു ദിശയിലേക്ക് നമ്മൾ നയിക്കുക, അതിന് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെ അവരെ ക്രമീകരിക്കുക, അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക, നമ്മുടെ വാല്യൂസിനെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. നമ്മൾ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് ഞാൻ പറയുക, കുട്ടികൾക്ക് ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്താനായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് അടുക്കുവാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു ഗിഫ്റ്റ് തന്നെയായിരിക്കും. ഇത് എഴുതി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിക്ക് അവൻ്റെ ലൈഫിൽ അവൻ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും അവൻ നേടിയെടുക്കും. അതോടൊപ്പം തന്നെ പാരൻസുമായിട്ട് ഒരു വലിയൊരു ബന്ധം അവന് സ്ഥാപിക്കാനായിട്ട് ഈ ഒരു നല്ല ഹാബിറ്റ് അവനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ സഹായിക്കും. സോ ഈ ഒരു ഗോൾ ബുക്ക് എഴുതാനായിട്ട് എങ്ങനെ കഴിയും, അത് ഓരോ സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾ എങ്ങനെയാണ് ഈ ഗോൾ ബുക്ക് എഴുതേണ്ടത്, കുഞ്ഞു കുട്ടികൾ മുതൽ നമുക്കിതിനെ നോക്കാം. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് ഞാൻ നോക്കാം. ഇവിടെ ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് ആദ്യം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് തന്നെ വരാം. കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു ഗോൾ ബുക്ക് എഴുതുന്ന സമയത്ത് 1ാം ക്ലാസ്സിലെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഗോള് മാത്രം ഒരു ദിവസം കുട്ടിയെ എഴുതാനായിട്ട് നമുക്ക് ശീലിപ്പിക്കാം. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ആ കുട്ടിയെ വളരെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുക, കുട്ടിക്ക് നമ്മൾ പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യണം. 1ാമത്തെ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ ആ സമയത്ത് ആ കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മുടെ അമ്മയെ കുറച്ച് നേരം സഹായിക്കുക. അത് 1ാം ക്ലാസ്സിൽ മുതലേ നമ്മൾ പറയും, പക്ഷെ അതൊരു ടാസ്ക്കായിട്ട് ഗോൾ ബുക്കിലേക്ക് നമുക്ക് എഴുതാം. ചിലപ്പോൾ നമ്മുടെ ഒരു ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു ഗോളായിട്ട് തന്നെ ഗോൾ ബുക്കിൽ എഴുതാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ കളിച്ചിട്ട് ടോയ്സൊക്കെ വാരി വലിച്ചൊക്കെ ഇട്ടിരിക്കും. അപ്പോൾ ആ ടോയ്സൊക്കെ തിരിച്ച് ഒരു സ്ഥലത്തേക്ക് അടുക്കിപ്പറക്കി വെക്കുന്നത് നമ്മുടെ ഗോൾ ബുക്കിൽ എഴുതാം. അങ്ങനെ ആ കുട്ടിക്ക് ആ രീതിയിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് ആക്ഷൻ, ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു കുഞ്ഞ് ആക്ഷൻ ഗോൾ ബുക്കിലേക്ക് കൊണ്ടുവരാം. ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത് 1ാം ക്ലാസ്സിലെ കുഞ്ഞു കുട്ടി എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്മോൾ ഹാബിറ്റ് എന്നുള്ളതാണ്. ചെറിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനായിട്ടും ഒരു റെസ്പോൺസിബിലിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ആ കുട്ടിയുടെ രീതിയിൽ ചെയ്യുക. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ നല്ല സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ ചെയ്യാം. ആ കുട്ടി സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം ഒരു ഗോൾ നമ്മൾ എഴുതുക, ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു സ്റ്റിക്കർ എഴുതുക, ഒരു ചെറിയ സ്റ്റാർ മാർക്ക് ഇടുക, ആ ഗോൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഗോൾ എഴുതാനായിട്ടും ആ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ടും അവർക്ക് വലിയൊരു സന്തോഷമായിരിക്കും. അപ്പം നമ്മൾ കുട്ടികൾ കളിച്ചിട്ടൊക്കെ ടോയ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ ആ ഗോൾ ബുക്കിൽ ആ ടോയ്സൊക്കെ തിരിച്ച് പറക്കി അടുക്കി വെച്ചതിന് ശേഷം ആ ഗോൾ എഴുതും. ആ രീതിയിൽ അവരുടെ ഇംപ്ലിമെൻറ്റേഷൻ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരൊറ്റ ഗോൾ, ഒരു ദിവസം ഒരു ഗോൾ മാത്രം അവർ എഴുതിയാൽ മതി. അതാണ് 1ാമത്തെ ദിവസം. അപ്പോൾ അതിൻ്റെ ഫോക്കസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ബിൽഡിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്മോൾ ഹാബിറ്റ് എന്നുള്ളതാണ് 1ാമത്തെ ദിവസത്തെ 1ാമത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഫോക്കസ്. ഇനി 2ാമത്തെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 2 ഗോൾസ് എഴുതാനായിട്ട് കഴിയും. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്
ഒന്ന്, അവരുടെ ഒരു സ്റ്റോറീസ്, കുഞ്ഞ് കഥകൾ, ഒരു 10 മിനിറ്റുള്ള സ്റ്റോറീസ് വായിക്കുക, അത് ഗോളായിട്ട് അവർക്ക് എഴുതാം. ഇനി നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വെള്ളം കുടിക്കുക, ഒരു 6 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കുക, അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അത് ടിക്ക് ചെയ്യാനായിട്ട് അവർക്ക് പറയുക, ഗോൾ അച്ചീവ് ചെയ്തതായിട്ട്. അപ്പോൾ ആ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ഒരു സെൽഫ് ഡിസിപ്ലിനായിട്ടും ടൈം മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യാം. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എൻകറേജ് പെയറിംഗ് 1 പേഴ്സണൽ ആൻഡ് 1 ഫാമിലി ഓറിയൻറ്റഡ് ഗോൾ. ഒന്ന് വ്യക്തിപരമായിട്ടുള്ള കാര്യം, 2 നമ്മുടെ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഗോളും കൂടി അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ ഒരു സിങ്കിങ്, ഒരു എന്താ പറയുക, ഫാമിലി ഓറിയൻറ്റഡ് ഗോളുമായിട്ടും കൂടി അവരെ കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ രീതിയിൽ ഒരു കുഞ്ഞു കാര്യം, ഇവിടെയൊന്നും ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ലോഡ് കൊടുക്കുകയല്ല, അവരെ ഒരു ശീലം പഠിപ്പിക്കുകയാണ്, ഒരു ഹാബിറ്റ് നമ്മൾ പഠിപ്പിക്കുകയാണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും അവരെ ഒരു ഗോൾ എഴുതുന്നു, ആ ഗോൾ അച്ചീവ് ചെയ്യുന്നു. ആ രീതിയിൽ അവരെ ഒരു ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഗോൾ ബുക്ക് അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇനി അടുത്ത 3ാമത്തെ സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 3 ഗോൾസ് കൊടുക്കാനായിട്ട് കഴിയും. അതിലെ 3 ഗോൾസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ആ ഒരു 3ാമത്തെ സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന ഒരു പ്രായം എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ലോകത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാൻ അവരെ വെൽക്കം ചെയ്യുക, സ്വാഗതം ചെയ്യുക. പാഠപുസ്തകങ്ങൾക്കകത്ത് മാത്രമല്ല, പുറത്തുനിന്ന് പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വീട്ടിൽ ഇപ്പം അച്ഛനും ആരെങ്കിലുമൊക്കെ ബുക്കുകൾ, ഷെൽഫൊക്കെ ഉണ്ടെങ്കിൽ ആ ഷെൽഫ് കാര്യങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കാനായിട്ട് പാരൻസിനെ ഹെൽപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ, ആ കുഞ്ഞു പ്രായത്തിലെ ഡ്രോയിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ ഒത്തിരി സഹായിക്കും. അതുകൊണ്ട് അവരുടെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സഹായിക്കുക. അവിടെ നമ്മൾ കൊടുക്കേണ്ട ഫോക്കസ് എന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെൻറ്റും ടീം വർക്കുമാണ്. അപ്പോൾ അവരുടെ ഉള്ളിലെ സ്കില്ല് ഡെവലപ്പ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കാര്യങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ ടീം വർക്ക്, ഒരുമിച്ച് ഫാമിലിയുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടുത്തെ ഒരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ഗോൾ ഓറിയൻറ്റഡ് പ്രോംപ്റ്റ്സ് എന്നാണ്. അതായത് നമ്മൾ ചെയ്യേണ്ടത് ചില പ്രോംപ്റ്റ് ആസ്ക് ചെയ്യുക. വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? നിങ്ങൾ എന്താണ് ഇന്ന് പഠിച്ചത്? ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് പാർക്കിലൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ആ ദിവസം എന്ത് നിങ്ങൾ പഠിച്ചു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ലോകത്ത് നിന്ന് പല കാര്യങ്ങളും കുട്ടികൾക്കൊരു ക്യൂരിയോസിറ്റി ഇങ്ങനെ വന്ന് പോകുന്ന ഏറ്റവും നല്ലൊരു ടൈം കൂടിയാണ്. അപ്പോൾ അവർ ഈ ലോകത്ത് നിന്ന് തന്നെ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് അവരെ നമ്മൾ പ്രാപ്തമാക്കുന്നത്. ഇന്ന് എന്താണ് പഠിച്ചത് എന്ന ചോദ്യം നമ്മൾ പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഗോളിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യാനായിട്ട് അവരെ കൊണ്ടുവരിക. അപ്പോൾ കൃത്യമായിട്ട് അവർ ഗോൾ എഴുതി പോകാനായിട്ട് വരും. ഇവിടെയൊക്കെ ലോഡ് കുറച്ച് വളരെ കുഞ്ഞു മനസ്സായിട്ട് നമ്മളും കുഞ്ഞിൻ്റെ മനസ്സോട് കൂടി തന്നെ വേണം. ഇതൊന്നും ഒരു എന്താ പറയുക, ഭയങ്കര ടൈറ്റായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. വളരെ കൂളായിട്ട് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളുടെ സജഷൻ, നമ്മുടെ ഡിസിഷൻ അല്ല, കുട്ടികളുടെ സജഷനും കുട്ടികളുടെ ഫീഡ്ബാക്കിനും വളരെയധികം പ്രാധാന്യം കൊടുക്കണം. കുട്ടികൾ നമ്മൾ മുതിർന്നവരാണെന്ന് വിചാരിച്ചിട്ട് വാശി പിടിച്ച് അതങ്ങനെയല്ല ഇങ്ങനെ എന്നല്ല, കുട്ടികളുടെ രീതിയിലേക്ക് ഇറങ്ങുക, അവരുമായിട്ട് ഇടപെടുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക, അവരുമായിട്ട് സംസാരിക്കുക. ആ രീതിയിൽ വേണം അവരിലേക്ക് നമ്മൾ ഇറങ്ങാൻ. എങ്കിലാണ് അത് കൂടുതലായിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയാം. അതും വളരെ സിൻസിയറായിട്ട് അവരുടെ ഒരു കുട്ടിയായിട്ട് നമ്മൾ തീരേണ്ടതുണ്ട്. കുട്ടികളല്ല ചേഞ്ച് വരേണ്ട പേരൻസിലാണ്. സോ നമ്മൾ 5ാമത്തെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നവർക്ക് 5 ഗോൾസ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 4ാമത്തെ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നവരുടെ ഒരു എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, അവർക്ക് 2 കാര്യങ്ങൾ സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് എഴുതാം. ചിലപ്പോൾ ഒരു മാത്സിൻ്റെ കാര്യം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കാം, അതിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ പഠനം റിലേറ്റഡ് ആയിട്ടുള്ള 2 ഗോൾസ് അവർക്ക് എഴുതാനായിട്ട് കഴിയും. ഒരെണ്ണം അവരെ ഹോബി റിലേറ്റഡ് ആയിട്ട് എഴുതുക, എന്തെങ്കിലും ഒന്ന് സ്കെച്ച് ചെയ്യാനായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഒരെണ്ണം ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട്, ചിലപ്പം ഫാമിലിയായിട്ട് ഒരുമിച്ച് ഡിന്നർ കഴിക്കുക എന്നുള്ളത് ഒരു നമ്മുടെ ഗോളിലേക്ക് നമുക്ക് ആഡ് ചെയ്യിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഫ്രൂട്ട്സോ മറ്റോ കാര്യങ്ങളൊക്കെ കഴിക്കുക, അങ്ങനെയുള്ള ഇതാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹെൽത്ത് ഓറിയൻറ്റഡ് ആക്കുക. അപ്പം അവർ പറയേണ്ടത് 2 സ്റ്റഡി ഓറിയൻറ്റഡ് ഗോൾ എഴുതാനായിട്ട് കുട്ടികളോട് ആവശ്യപ്പെടുക. അതോടൊപ്പം ഒരെണ്ണം ഹോബി റിലേറ്റഡ് ആയിരിക്കണം, 1 ഫാമിലി ആയിരിക്കണം, 1 ഹെൽത്ത് ആയിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ സാധാരണ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് പോകാതെ ഇത് ബാലൻസ് ചെയ്യാനായിട്ട്, ലൈഫിലെല്ലാം ആവശ്യമാണ് അല്ലേ, റിലേഷൻസ്, നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് പോകണം. അപ്പോൾ ആ ഒരു ബാലൻസിങ് കുട്ടികൾ ഈ പ്രായത്തിലെ പഠിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ബാലൻസ് ബിറ്റ്വീൻ സ്റ്റഡി, ഹോബീസ്, ഹെൽത്ത്, ഫാമിലി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠനം മാത്രം നടക്കുമ്പോൾ നമ്മുടെ ഹോബീസ് നമ്മൾ ഇഗ്നോർ ചെയ്തു പോകാറുണ്ട്, അത് മാത്രം ചെയ്യുമ്പോൾ ഹെൽത്ത് ഇഗ്നോർ ചെയ്യാറുണ്ട്, പഠനം മാത്രമാകുമ്പോൾ ഫാമിലി ടൈം ഇഗ്നോർ ചെയ്യാറുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ ആ ഡിന്നർ ടൈം ഒരുമിച്ച് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതുപോലും നമ്മുടെ ഫാമിലി ബോണ്ടിങ് വർദ്ധിപ്പിക്കുക. അപ്പോൾ ആ ഒരു ബാലൻസിങ് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു 4ാമത്തെ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം. ഇനി കുട്ടികൾ 5ാമത്തെ സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് 5 ഗോൾസ് തന്നെ നമുക്ക് എഴുതാൻ കൊടുക്കാം. ബട്ട് ലോങ്ങർ ടൈംസിലേക്ക്, ലോങ്ങർ ഫോക്കസിലേക്ക്, നമ്മൾ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ ഷോർട്ട് ടേൺ ആയിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ ഒരല്പക്കൂടി ഒരു ലോങ് ടൈം, പ്രത്യേകിച്ച് ഒരു 5ാമത്തെ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ലോങ് ഫോക്കസിലേക്ക് നമുക്ക് കൊടുക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, പ്രിപ്പയർ എ വീക്ക്ലി പ്ലാൻ
ഫോർ സ്റ്റഡീസ്. ഒരു ആഴ്ചയിൽ പഠിക്കേണ്ട കാര്യങ്ങളുടെ ഒരു പ്ലാൻ തയ്യാറാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഹെൽപ്പ് സ്ട്രിബിളിംഗ് വിത്ത് ദെയർ ഹോംവർക്ക്. നമ്മുടെ കൂടെ സഹോദരങ്ങളോ സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സഹായിക്കാനായിട്ട് ഹോംവർക്ക് കാര്യങ്ങളിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ അടുത്ത് പറയുക. അത് ഗോൾ ബുക്കിലേക്ക് എഴുതാൻ പറ്റും. ഇവിടുത്തെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ക്രിയേറ്റിംഗ് കൺസിസ്റ്റൻസി ഇൻ ഹാബിറ്റ്. നമ്മുടെ ഹാബിറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരിക. 5 ഗോൾ എഴുതിയാൽ മതി, പക്ഷേ അത് 5 കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വിജയിക്കുക. ആ തുടർച്ചയായിട്ടുള്ള ശീലം അവരിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡേർഡിലേക്ക് വരിക. ഇനി 6ാമത്തെ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന കാര്യം 5 ഗോൾസ് തന്നെയാണ്, പക്ഷേ ഒരു ഏർലി കാറ്റഗറൈസേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലേൺ 1 ന്യൂ ടോപ്പിക് ഇൻ സയൻസിലെ പുതിയൊരു ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നു. അതിനൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇനി ഒരു സ്പോർട്സോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ ഒരു 20 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാൻഡ് പാരൻസുമായിട്ട് സംസാരിക്കുന്നത് ഗോളിലേക്ക് എഴുതുക. അപ്പോൾ നമ്മൾ ഈ കുട്ടികളുമായിട്ട് ഇരുന്ന് ഗോൾ ബുക്ക് എഴുതുമ്പോൾ അവർ ഗോളിൽ എഴുതുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പാരൻസിനോട് സംസാരിച്ചില്ലല്ലോ, അവർ വേഗം പോയി അത് സംസാരിച്ചതിന് ശേഷം ഒന്ന് ഗോൾ ബുക്ക് എഴുതാം. അപ്പോൾ അതൊരു ശീലമായിട്ട് വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു സീരിയസ്നെസ്സും ഡെപ്തും എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം നാളെ ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു 20 വയസ്സ് 30 വയസ്സ് 40 വയസ്സാകുമ്പോൾ അവർ ജോലിയിലൊക്കെ തിരക്കായിരിക്കാം. പല ഇത് വരുമ്പോൾ ഞാൻ എൻ്റെ പാരൻസിനെ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, ചിലപ്പോൾ മാറിയൊക്കെ താമസിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമല്ലോ. അപ്പോൾ കുട്ടികൾ കുഞ്ഞിലെ ഈ ശീലിക്കുന്നത് അവർ ലോങ് ടൈമിലേക്ക് പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് പാരൻസിനെ വന്ന് കാണുക, അവരെ മീറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ശീലമാണ് ശരിക്കും അവർ പോലും അറിയാതെ അവരിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രായത്തിൽ അവരെ ശീലിപ്പിക്കേണ്ടത് ഗ്രാൻഡ് പാരൻസുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് കഴിയും. ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുമ്പോൾ സ്പോർട്സ് നമ്മൾ ചെയ്യില്ല, അപ്പോൾ ടൈം ബൗണ്ടായിട്ട് 20 മിനിറ്റ്സ് സ്പോർട്സ്, ആ 20 മിനിറ്റ്സ് കഴിഞ്ഞ് അവർ വരും. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ടും കാറ്റഗറൈസ് ചെയ്യാനായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുക. അതിൽ തന്നെ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ 5 ഗോൾസ് തന്നെയാണ് 6ാമത്തെ സ്റ്റാൻഡേർഡിൽ ചെയ്യേണ്ടത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി 7ാമത്തേലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 10 ഗോൾസിലേക്ക് എത്തുക. 7ാമത്തെ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരോട് 10 ഗോൾസ് എഴുതാനായിട്ട് പറയുക. ശരിക്കും ഇതിനകത്ത് 20 ഗോൾസ് ഒരു ദിവസം എഴുതാനായിട്ടുള്ള പേജസ് ഉണ്ട്. അതിൽ 7ാം സ്റ്റാൻഡേർഡിൽ എത്തുന്ന കുട്ടികളാണെങ്കിൽ അവരോട് 10 ടാസ്ക് എഴുതാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം. അതിനകത്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് 2 ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ. സ്പെൻഡ് 15 മിനിറ്റ്സ് ഹെൽപ്പിംഗ് പാരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 15 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ അത് ഫാമിലിയുടെ 2 കാര്യങ്ങൾ വെക്കുക. 3 കാര്യങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട് ഫിനിഷ് മൈ ഹിസ്റ്ററി പ്രോജക്റ്റ് ഡ്രാഫ്റ്റ്, അങ്ങനെ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 3 ആഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ 2 ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ നടക്കാൻ പോവുക, അങ്ങനെ ഹെൽത്ത് കറക്റ്റ് ആവശ്യമായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളിൽ നമുക്ക് അവരെ കണക്ട് ചെയ്യാം. 3 എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് റീഡ് എ മോട്ടിവേഷണൽ സ്റ്റോറി. അത് കുട്ടികൾ എല്ലാ ദിവസവും മോട്ടിവേഷണൽ സ്റ്റോറീസൊക്കെ വായിക്കുമ്പോൾ അവരുടെ ഒരു ചിന്താഗതിയിൽ തന്നെ വലിയൊരു വ്യത്യാസങ്ങൾ വരും അല്ലേ. പക്ഷേ ഇതെന്ന് പറയുന്നത് നോക്കിയാൽ ആദ്യത്തെ 2 ഫാമിലിയാണ്, 3 സ്റ്റഡിയാണ്, 2 ഹെൽത്താണ്, 3 പേഴ്സണൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇവിടുത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡിങ് ടു മിക്സ് ഷോർട്ട് ആൻഡ് ലോങ് ടൈം ഗോൾ. ചെറിയ ഷോർട്ട് ടൈം ഗോൾസുകളെയും ലോങ് ടൈം ഗോളുകളെയും മിക്സ് ചെയ്ത് പോകുന്ന അതിനെയൊക്കെ പരിചയപ്പെടുന്നതാണ്. നാളെ ഒരു സമയത്ത് നമ്മൾ ജോലിയിലൊക്കെ പോകുമ്പോൾ പല തരത്തിലുള്ള പ്രോജക്ട്സുകളും പല തിരക്കുകളിലേക്കും പോകും. പക്ഷേ ഇവിടെ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ഇത് ബാലൻസിങ് ആണ്. അപ്പോൾ ഫാമിലിക്കുള്ള സമയം കൊടുക്കുക, അതോടൊപ്പം തന്നെ എത്ര തിരക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠനത്തിൽ ഫുള്ള് ഫോക്കസ് ആകുമ്പോൾ പഠനം മാത്രമേ കാണുള്ളൂ, ഫാമിലി ടൈം കിട്ടില്ല. പക്ഷേ നമ്മൾ 15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറയുന്നുള്ളൂ. അപ്പോൾ 15 മിനിറ്റ് ഫാമിലിയിലെ ഒരു കാര്യത്തിന് കുട്ടികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ലേണിംഗ് ആയിരിക്കും അവർക്ക് അതിനകത്ത് കിട്ടുക. അത് കുട്ടികളുടെ ഭാഷയിൽ കുട്ടികളുമായിട്ട് സ്നേഹത്തോടു കൂടി തന്നെ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതല്ലാതെ നമ്മളൊരിക്കലും വാശി പിടിച്ച് കുട്ടികളോട് അതാണ് ഇതാണ് എന്ന് പറയരുത്. ഫൈനൽ ഡിസിഷൻ അവരാണ്. കുട്ടികളാണ്, കുഞ്ഞാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നിർബന്ധത്തോടു കൂടി നമ്മൾ ചെയ്യരുത്. അവരെ കുഞ്ഞുങ്ങളായിട്ട് വിട്ടുകൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു വെള്ളം പോലെയാണ് കുട്ടികളെ ഡീൽ ചെയ്യേണ്ടത്. അതായത് ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത അതൊരു ഒഴുകിക്കൊണ്ട് പോകും. എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിലും അതിനെ മാറ്റി ഇതങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ നമ്മളുടെ രീതിയിൽ ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഒരിക്കലും സ്ട്രിക്റ്റ് ആയിട്ട് നോ 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 എന്നൊരു വാക്കേ നമ്മുടെ ഡിക്ഷണറിയിലുണ്ടായിരുന്നു. ഒരു വെള്ളം പോലെ ഫ്ലെക്സിബിളായിട്ട് ഒഴുകാൻ സഹായിക്കുക. നമ്മൾ ചെറിയ ചെറിയ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്പീരിയൻസോട് കൂടി കുട്ടികളുടെ അടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മൂവ് ചെയ്ത് വേണം പോകാൻ. അല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ബോക്സിനകത്ത് നമ്മളാകരുത്. എപ്പോഴും കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
കാര്യങ്ങളിൽ ഏറ്റവും വലിയ ചേഞ്ചസ് വരേണ്ടത് കുട്ടികളിലല്ല പാരൻസിലാണ്. റിപ്പീറ്റ് ചെയ്യുന്നു. സോ ഇനി 8ാമത്തെ സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ 7ൽ പറഞ്ഞ 10 ഗോളാണെങ്കിൽ 8ാമത്തെ സ്റ്റാൻഡേർഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾ 20 ഗോൾസ് എഴുതാനായിട്ട് നമ്മൾ അവരിലേക്ക് എത്തിക്കുക. ആ 20 ഗോൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 ഗോൾസ് നമ്മുടെ ഫാമിലി വാല്യൂ. ഇവിടെ അവർ ഒരു മെച്യൂർഡായി കുറച്ചുകൂടെ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളിലേക്ക് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അവരുടെ അടുത്ത് പറയേണ്ടത് ഒരു ആദ്യത്തെ 5 ഗോൾ എന്ന് പറയുന്നത് ഫാമിലി വാല്യൂസ്. ഇപ്പം നമ്മുടെ സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ സഹോദരിയുമായിട്ടൊക്കെ ഒരു പോസിറ്റീവ് കോൺവെർസേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക, നല്ല നല്ല കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുനാളിലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിലോ കോളേജിലോ കിട്ടുന്ന ലേണിങ്ങിനേക്കാളും വളരെ വലിയ ലേണിംഗ് ആണ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം വരും. ഒരിക്കലും നമുക്ക് ഒരു നഷ്ടമോ പ്രയാസമോ വരാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇനി 2ാമത്തെ ഇതിലേക്ക് വന്നാൽ ആദ്യത്തെ 5 ഫാമിലി വാല്യൂസ് ആണ് നമ്മൾ എഴുതാൻ പറയുന്നതെങ്കിൽ അടുത്ത 5 എന്ന് പറയുന്നത് ആ കുട്ടികളുടെ അംബിഷൻസ്, സ്റ്റഡി ഫോർ അവരുടെ ഡ്രീം കരിയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് 1 മണിക്കൂർ മാറ്റി വെക്കുക. അപ്പോൾ അത് എല്ലാ ദിവസവും അവരുടെ ഡ്രീം എന്താണോ അതിന് 1 മണിക്കൂർ അതിൽ പല കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനായിട്ടായിരിക്കാം, പഠിക്കാനായിട്ടായിരിക്കും മാറ്റി വെക്കുക. അത് അവരുടെ ഗോളിലേക്ക് എഴുതാം. ഇനി അടുത്ത 3ാമത്തെ 5 എന്ന് പറയുന്നത് അവരുടെ റിലേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടി, മേക്ക് ന്യൂ ഫ്രണ്ട് ഫീൽ വാല്യൂഡ്. അവരുടെ ഒരു നല്ല വാല്യൂഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മളെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെയൊക്കെ റിലേഷൻസൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ പുറത്തേക്ക് റിലേഷൻസൊക്കെ എക്സ്പാൻഡ് ആവുന്ന ഒരു ടൈം കൂടി ആയതുകൊണ്ട് കുട്ടികൾ ആ റിലേഷൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കുട്ടികളെ നമ്മൾ സഹായിക്കുക. അതിന് അവർ ഗോൾ എഴുതാനായിട്ട് അവർക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത 5 എന്ന് പറയുന്നത് പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. അതിൽ നമ്മുടെ പ്രാക്ടീസിങ്, നമ്മുടെ നേരത്തെ എണീക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെ ഈ സമയത്ത് ചെയ്യുക. അപ്പോൾ രാവിലെ എണീറ്റ് ഉണ്ടെങ്കിൽ അത് ഗോൾ ടിക്ക് ചെയ്യുക, രാവിലെ എണീറ്റിട്ട് നമ്മൾ നടക്കാൻ പോയില്ലെങ്കിൽ എക്സസൈസിൽ ടിക്ക് ചെയ്യുക, അങ്ങനെയുള്ള 5 എഴുതാനായിട്ട് പറയാം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 5 വെച്ചിട്ട് 20 ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് കുട്ടികൾ വളരും ആ സമയമാകുമ്പോൾ. ഇവിടെ എന്ന് പറയുന്നത് ബിൽഡിംഗ് ക്ലാരിറ്റി, ഡിസിപ്ലിൻ ആൻഡ് വിഷൻ എന്നുള്ളതാണ്. വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയും ഡിസിപ്ലിനും വിഷൻസും കുട്ടികൾക്ക് വരും. ഇവർ വളരെ മെച്യൂർഡായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഇതിലേക്ക് കുട്ടികൾ എത്തുമെന്നുള്ളതാണ് 20 ഗോൾസ്. അപ്പോൾ എല്ലാ ദിവസവും 20 ഗോൾ എഴുതുന്ന കുട്ടിക്ക് ഭയങ്കര ഒരു ബാക്ക് എൻജിൻ വർക്ക് ചെയ്യുന്നത് പോലെ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ ബാക്കി കുട്ടികളൊക്കെ പല തരത്തിൽ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് സെൽഫായിട്ട് പല കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ കുട്ടികളെ നമുക്ക് ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് നിന്നാൽ മാത്രം മതി. ഈ ഗോൾ ബുക്ക് കുഞ്ഞുനാളിലെ നമ്മൾ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ലോങ് ടൈമിൽ വലിയൊരു അസറ്റ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 30 ഡേയ്സ് ഗോൾ ബുക്ക് എഴുതി തുടങ്ങണം. അത് ഏത് പ്രായത്തിലെ കുട്ടികളാണെങ്കിലും എഴുതി തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് വലിയൊരു വ്യത്യാസത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇനി 11ാമത്തെ സ്റ്റാൻഡേർഡ് മുതൽ മുകളിൽ കോളേജ് വരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് 20 ഗോൾസ് തന്നെ എഴുതുക. വീക്ക്ലി റിഫ്ലക്ഷൻസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഫാമിലി വാല്യൂസ്, മെയിൻറ്റെയിൻ സ്ട്രോങ് റിലേഷൻസ്, അതിന് പ്രാധാന്യം കൊടുക്കുക. അതോടൊപ്പം കരിയർ, എഡ്യൂക്കേഷൻ ഗോൾസിന് അംബീഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ 5 അവർക്ക് എഴുതാം. റിലേഷൻസ്, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, പുതിയ ഫ്രണ്ട്സിനെ നമ്മൾ ബിൽഡ് ചെയ്യുക, ആ കാര്യങ്ങൾക്കൊക്കെ നല്ല ഗോൾസ് 5 ഗോൾസ് നമുക്ക് എഴുതാം. പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, ഹെൽത്ത്, ഹോബീസിന് നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്, കുറച്ചുകൂടെ ഒരു പക്വതയോടുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരു ലൈഫിൻ്റെ വിഷൻ അവർക്ക് ക്യാരി ചെയ്യുന്ന രീതിയിലുള്ള ഗോൾസ് എഴുതാം. കരിയർ പ്ലാനിങ് ചെയ്യാം, ഇൻഡിപെൻഡൻസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗോൾ ബുക്ക് കുട്ടിക്ക് സമ്മാനിക്കാനായിട്ട് പറ്റും. ഈ ഒരു ബുക്ക് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഞാനിവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധാരണ ഒരു ഡയറിയിൽ വേണമെങ്കിലും ഇതൊക്കെ എഴുതാം, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഓൾറെഡി ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എഴുതുമ്പോൾ അവർക്കും ഒരു സന്തോഷം ഉണ്ടാകും, ഒരു ഫീൽ ഉണ്ടാകും. ഇതിനകത്ത് ഓരോ ഇതിലും അവരുടെ മോട്ടിവേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഓരോന്ന് എഴുതി കഴിയുമ്പോഴത്തേക്കും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇതിൽ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്പേഴ്സ് ഉണ്ട്. ഇത് സാധാരണ ഒരു ഡയറി അല്ല, ഇതിനു വേണ്ടി ഗോൾ ബുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഗോൾ ബുക്കാണ്. അപ്പോൾ ഇവിടെ 1, 2, 3 10 ഇവിടെയുണ്ട്, ഇവിടെ 10 ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ കുട്ടികൾ കുറച്ചുകൂടെ ഒരു 20 ഗോൾസൊക്കെ എഴുതുന്ന സമയത്ത്, ഇല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മെമ്മറി പവറിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ ഇപ്പോൾ ഇതിൽ ഞാൻ ഇനി ക്ലാസ് വൈസ് ആയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 ഗോൾസ് നമ്മൾ എഴുതി, അടുത്ത 10 ഗോളിലേക്ക് എഴുതി. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ 6ാം സ്റ്റാൻഡേർഡ് 7ാം സ്റ്റാൻഡേർഡൊക്കെ ആകുമ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കുഞ്ഞു പ്രായത്തിൽ ചിലപ്പോൾ പറ്റില്ല, പക്ഷേ കുറച്ചുകൂടെ മെമ്മറി പവർ കുട്ടികൾക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ ശരിക്കും 4ാം ക്ലാസ്സിൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം 5 ഗോൾസാണ് 4ാം ക്ലാസ്സിൽ നമ്മൾ കുട്ടികൾ എഴുതിയെങ്കിൽ ഇവിടെ 5 ഗോൾ എഴുതിയിട്ടുണ്ടാവും. അടുത്ത ദിവസം പുതിയ ഗോൾ എഴുതാൻ വരുമ്പോൾ ഈ പഴയ ദിവസം എഴുതിയ ഗോൾ നോക്കാതെ പുതിയ ഗോൾ എഴുതാനായിട്ട്
അവരുടെ അടുത്ത് ശ്രമിക്കാനായിട്ട് പറയുക. അപ്പോൾ അവരവരുടെ മനസ്സിൽ നിന്ന് എഴുതുക. അപ്പോൾ അവരാലോചിക്കും, ഇന്നലെ ഞാൻ എന്തായിരുന്നു 5 എഴുതിയ, ചിലപ്പോൾ വിട്ടുപോകും. പക്ഷെ അത് വീണ്ടും വീണ്ടും അടുത്ത് മനസ്സിൽ നിന്ന് ആലോചിച്ച് അത് എഴുതുക. ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് എഴുതുക. വീണ്ടും അടുത്ത ദിവസം വരുന്ന സമയത്ത് പുതിയൊരു പേജ് എടുക്കുക, അതിൽ പഴയ ദിവസത്തെ പേജ് നോക്കാതെ പുതിയ പേജിൽ എഴുതുക. അപ്പോൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ടൊരു 5 മനസ്സിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഫൈനലി 20 എഴുതുന്ന സമയത്ത് നമ്മൾ 5 വെച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് വെച്ചിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ ഫോക്കസ്ഡ് ആവും. നമ്മൾ മനസ്സിൽ നിന്ന് എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും 20 ഗോൾസ് എഴുതുന്നവർ ആ 20 ഗോളും മനസ്സിലുണ്ടാവും. അപ്പോൾ അനാവശ്യമായിട്ട് വരുന്ന കുറേ കാര്യങ്ങളോട് നോ പറയാൻ കുട്ടികൾ പഠിക്കുകയും അവർ ഫോക്കസ്ഡ് ആയിരിക്കും. എനിക്ക് ഇന്ന് ചെയ്യേണ്ടത്, കാരണം ഞാൻ ഇന്ന് ഗോൾ 20 എഴുതി, നാളെ എൻ്റെ മനസ്സിൽ നിന്നാണ് ഞാൻ ആ ഗോൾ ബുക്കിലേക്ക് എഴുതുന്നത്, അത് പഴയ പേജ് നോക്കാതെ. അപ്പോൾ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ദിവസം എഴുതും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ദിവസം 10 ദിവസം 20 ദിവസമൊക്കെ എഴുതി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് സ്റ്റോർ ആവും. സ്റ്റോർ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങളോട് നോ പറയാനായിട്ടും എനിക്കിവിടെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, എൻ്റെ ഗോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇനി കുറച്ചുകൂടെ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ ആൾക്കാർക്ക് ഗോൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. ഒരു ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, ജോലിയിലൊക്കെ പ്രവേശിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ആൾക്കാർക്ക് എഴുതുന്ന ഗോൾ എങ്ങനെയാണെന്നുള്ള സെപ്പറേറ്റ് ഉണ്ട്. സോ എല്ലാവരും ഗോൾ ബുക്ക് പരിശീലിച്ച് നോക്കുക. ഞാൻ ശരിക്കും പറഞ്ഞ കുട്ടികളുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒരു സ്പെഷ്യലൈസ് ചെയ്തൊരു വ്യക്തിയൊന്നുമല്ല. ഞാൻ എൻ്റെ അറിവുകൾ ഞാനിവിടെ ഷെയർ ചെയ്തതാണ്. ഇതിൽ ചിലപ്പം കുട്ടികളിലേക്ക് വർക്ക് ചെയ്യുന്ന, പാരൻസിലേക്ക് വർക്ക് ചെയ്യുന്ന, കൺസൾട്ടിങ്സ് ഒക്കെ ചെയ്യുന്ന, കൗൺസിലിങ്സ് ഒക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപിടിപ്പുള്ള നിങ്ങളുടെ ഇൻഫർമേഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും ഇവിടെ കമൻറ്റിൽ അറിയിക്കാം. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും മറ്റൊരാളെ കൂടി ആക്ഷൻ എടുക്കാനായിട്ട് സഹായിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോളേജിൽ കുട്ടിയെ പഠിപ്പിക്കുക, സ്കൂളിൽ പഠിപ്പിക്കുക, ഫീസ് അടയ്ക്കുക, ആഹാരം കൊടുക്കുക, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ കുട്ടിക്ക് ആഹാരം കൊടുക്കാനായിട്ടും സ്കൂളിലെ ഫീസ് അടയ്ക്കാനും നിങ്ങളുടെ ആവശ്യമില്ല. അത് ആർക്കും ചെയ്തു കൊടുക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾക്ക് മാത്രം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നമുക്കുണ്ട് ലൈഫിൽ. അത് നമുക്ക് കൊടുക്കാൻ കഴിയണം. അത് ഫിനാൻഷ്യലി കുറേ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല, കുറേ മൂല്യങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കഴിയണം. അപ്പോൾ അവർ ഏത് സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാലും ആ മൂല്യത്തിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അവർ എത്ര പ്രയാസത്തിൽ പോയാലും വീണു പോകാതെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു ആവേശമായിട്ട് മാറും. പിന്നെ ഏത് സമയത്തും അവർക്കൊരു കരുതലുണ്ടാവും. എവിടെയെങ്കിലും നമ്മുടെ ലൈഫിൽ തെറ്റിപ്പോകുന്നു, എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ തിരിച്ച് പാരൻസിനോട് ഓടി വന്ന് കണക്ട് ചെയ്യാനായിട്ടും ആ ഒരു ഗ്യാപ്പ് മാറ്റാനായിട്ട് കുഞ്ഞുനാളിലെ ഈ ഗോൾ ബുക്ക് നിങ്ങളെ സഹായിക്കും. സോ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ, ഈ ഒരു ഫോക്കസിൽ ആയിട്ടുള്ള ലക്ഷ്യബോധമുള്ള തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. ഗോൾ ബുക്ക് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഈ ബുക്ക് നിങ്ങൾക്ക് ആവശ്യം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയറായിട്ട് അത് കിട്ടും, നിങ്ങൾക്കത് വാങ്ങാനായിട്ട് പറ്റും. ഉപയോഗിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് ഇവിടെ അറിയിക്കുക. നിങ്ങൾ ഓരോ കമൻറ്റ് ഈ ഒരു ചാനലിൽ അറിയിക്കുമ്പോഴും അത് മറ്റൊരാളെ ഇൻസ്പയർ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ അയക്കുന്ന ഒരു കമൻറ്റ് കണ്ടിട്ടായിരിക്കാം മറ്റൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് ഈ ഒരു ബുക്ക് കൊടുക്കുന്നത്. ആ ബുക്ക് കുട്ടി എഴുതി കഴിയുമ്പോൾ ആ കുട്ടിയിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രഗത്ഭരായിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാനുള്ള ഒരു കുഞ്ഞ് ഇനിഷ്യേറ്റീവായിട്ട് ഇത് മാറും. സോ നിങ്ങളുടെ ഒരു കമൻറ്റിന് പോലും വളരെ വാല്യൂ ഉണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയിക്കുക. മുന്നോട്ട് പോകാം. നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസും മറ്റൊരാളെ ഇൻസ്പയർ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ കമൻറ്റുകൾ അറിയിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ ഒരു ലക്ഷ്യബോധത്തോടു കൂടി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനിത് വ്യക്തിപരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, നല്ലൊരു തലമുറയെ വാർത്തെടുക്കാം. പ്രവീൺ കാൽവിൻ കാൽസോ.